ഹലോ കൂട്ടുകാരെ, മലയാളി ബ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെ വന്നിരിക്കുന്നതെന്നറിയാമോ? നമ്മൾ അബുദാബിയിൽ നിന്ന് നേരെ തിരിച്ചിങ്ങ് വന്നിരിക്കുന്നത് ദുബായിലാണ്. അപ്പം നമ്മൾ ദുബായ് വരാൻ വേണ്ടി മെയിൻ ഒരു റീസൺ ഉണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. വിങ്സ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതാണ് മെയിൻ ഉദ്ദേശം കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് പോയാലോ? എല്ലാവരും വായോ. എന്തായാലും റമദാൻ്റെ ഹോളിഡേ ആയതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് ഫ്രീ ആയിരുന്നു കേട്ടോ. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ലൊക്കേഷൻ അടിച്ച് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ട് അവിടെ വെച്ച്. ഇങ്ങനെ നമ്മുടെ ബുർജ് ഖലീഫ പുറകെ വന്നിട്ട് ഫ്രണ്ടിലാണ് ഇങ്ങനെ ഈ സ്റ്റാച്ചു വരുന്നത്. അപ്പം നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് അവിടെ പോയി ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അങ്ങനെ ഫൈനലി നമുക്ക് ഈദ് ഹോളിഡേ ആയതുകൊണ്ട് ഇന്നാണ് അതിന് ചാൻസ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ദുബായിൽ എത്തിക്കഴിഞ്ഞാലേ ഉണ്ടല്ലോ ഈ ഈദിൻ്റെ ഫുള്ള് ഡെക്കറേഷൻസും ഈ ഒരു സ്ഥലത്തോട്ട് എത്തുമ്പോഴേ നമ്മൾ ഈ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിങ്ങനെ നിന്ന് പോകും, നോക്കി പോകും കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ജാഡയിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ജാഡയിൽ അവിടെ പോയി നമുക്ക് അവസാനം ക്യൂ നിൽക്കേണ്ട വന്നു. കാര്യം നമ്മൾ വിചാരിച്ച് ചെല്ലുക, ഫോട്ടോ എടുക്കുക, ഇറങ്ങുക അങ്ങനെ ആയിരിക്കും. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഫുള്ള് ക്യൂ ആണ് ആൾക്കാർ. ഓൾറെഡി അവിടെ നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. ബാക്കി നമുക്ക് വഴിയേ കാണാം. അങ്ങനെ നമ്മൾ വിങ്സ് ഓഫ് മെക്സിക്കോയിൽ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നടക്കുവാണ്. സത്യത്തിൽ അത് കാണിക്കാൻ പറ്റിയില്ല, കാര്യം കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളും ക്യൂയിൽ നിന്ന് നമുക്ക് വേണ്ട കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയുമ്പോൾ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫ. ഈ കാണുന്നതാണ് ബുർജ് ഖലീഫ. അപ്പോൾ നമുക്ക് ബുർജ് ഖലീഫയുടെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അതേ കണക്ക് തന്നെ ഈ ഭാഗത്ത് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഈദായതുകൊണ്ടുണ്ടോ അവർ നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാണ്. ഞാൻ ആലോചിക്കും ഈ ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ദൈവമേ ഇന്നും വരേണ്ട ആവശ്യം പോലും ഇല്ല. രാവിലെ എണീക്കുമ്പോഴേ ഇങ്ങനെ നല്ല ഇവിടെ ഫൗണ്ടനൊക്കെ ഉണ്ട് കേട്ടോ. ഫൗണ്ടനും ബുർജ് ഖലീഫയൊക്കെ കണ്ടുകൊണ്ട് നല്ല പീസ്ഫുള്ളായിട്ടൊരു മോർണിംഗ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഇത് കാണാൻ. ഈ അടുത്തടുത്തടുത്ത ബിൽഡിംഗ് ആണെങ്കിലും അതിൻ്റെ സ്ട്രക്ചേഴ്സ് ആണെങ്കിലും അതവർ മേക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതും അതിൻ്റെ ഒരു പാർക്കും എല്ലാം നല്ല അമേസിങ് ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പം നമ്മൾ ബുർജ് ഖലീഫയിലോട്ട് പോവുകയാണേ. അതിനുവേണ്ടി ഒരു കുഞ്ഞു പാലമൊക്കെ ഉണ്ട്. പാലമൊക്കെ കടന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ ബുർജ് ഖലീഫയും അതേപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ദുബായ് മോളും കാണാൻ പറ്റും. അപ്പം ഇവിടെ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് 3 മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഒന്ന് വിങ്സ് ഓഫ് മെക്സിക്കോ, ബുർജ് ഖലീഫ, ചേർന്ന് തന്നെ ദുബായ് മോൾ. അപ്പം നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുള്ള് ഇവിടെ നമുക്ക് എല്ലാം കറങ്ങി കണ്ടിട്ട് പോകാനുള്ള സമയം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ബാക്കി അങ്ങോട്ട് പോയി കണ്ടാലോ?
അപ്പം ഞാൻ കുറച്ച് വിഷമത്തോടു കൂടിയാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വിങ്സ് ഓഫ് മെക്സിക്കോയിൽ എൻ്റെ ഫോട്ടോ എടുക്കുമ്പം, അതായത് എൻ്റെ ഹസ്ബൻഡ് ഫോട്ടോ എടുക്കുമ്പം ബുർജ് ഖലീഫ പുറകിൽ ആ ഫ്രെയിമിൽ വരണം എന്ന്. പക്ഷേ ഞാനാണെങ്കിൽ ബുർജ് ഖലീഫ ക്യാമറയുടെ ഫ്രെയിമിനകത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ട്. എനിക്ക് നല്ല വിഷമമായി. കാര്യം ഒത്തിരി ക്യൂ നിന്ന് എടുക്കുന്ന ഫോട്ടോ ഇല്ലേ. ഓൾറെഡി ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് ഫ്രെയിമിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് നോക്കിയപ്പം വിങ്സ് ഓഫ് മെക്സിക്കോയുടെ ഫ്രെയിമിനകത്തല്ല, ക്യാമറയുടെ നമ്മുടെ ഫോണിൻ്റെ ഫ്രെയിമിനകത്തായിപ്പോയി. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും മുകളിലോട്ട് പോകണം. ഞാൻ വയറിൽ കൊട്ടി വിശപ്പിൻ്റെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ദുബായ് മുകളിലോട്ട് പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. കാര്യം ശരിക്ക് വിശന്നായിരുന്നു കേട്ടോ. കാര്യം ഏകദേശം 6 മണിയായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ ദുബായ് മോളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. കറങ്ങി വേണം ഇവിടുന്ന് ദുബായ് മോളിലോട്ട് പോകാൻ വേണ്ടി കേട്ടോ. ഇതേ നമ്മളവിടെ ചെന്നപ്പോഴത്തേലും മ്യൂസിക്കൽ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ഹാഫ് ആൻ അവറിലും ആണെന്നിത്. അപ്പം നമുക്ക് കാണാമേ. അപ്പോൾ അവിടെ മ്യൂസിക്കൽ ഫൗണ്ടൻ കണ്ട സമയത്ത് ഞാൻ ആ ഗ്യാപ്പിന് ഫുഡ് കഴിച്ചു കേട്ടോ. നന്നായിട്ട് വിശന്നിരിക്കുമായിരുന്നു. നമ്മൾ KFC നിന്നാണ് കഴിച്ചത്. അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായ് മോളിനകത്തോട്ട് പോയി. നേരെ തൊട്ടടുത്ത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ദുബായ് മോളൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ദുബായ് മോളിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പോകുന്നൊരു സ്ഥലമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അവിടെ വാട്ടർഫാൾ ഉണ്ട്. അപ്പം ആ വാട്ടർഫോൾ ദുബായ് മോളിനകത്തെ വാട്ടർഫോൾ കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നന്നായിട്ട് അവർ ഇതിൻ്റെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇവരെ സമ്മതിക്കണം കേട്ടോ. ഈദിൻ്റെ സമയമാകുമ്പോഴത്തേന് നല്ലതായിട്ട് അവരെല്ലാ മോൾസും ഡെക്കറേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ മോൾ ഡെക്കറേറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഫൈനലി ഇതേ വാട്ടർഫോളിൻ്റെ അവിടെ വന്നു. ആസ് യൂഷ്വൽ ഇവിടെയും ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കതേ ഒരാളിങ്ങനെ താഴോട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ സ്വിമ്മിങ്ങോ ഡൈവിങ്ങോ എന്തോ പോലെ നമുക്ക് തോന്നത്തില്ലേ. അത് സത്യം പറഞ്ഞാൽ നമ്മൾ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്ത് താഴോട്ട് വരുന്നതൊക്കെ തോന്നും കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ദുബായ് മോളിലും കിട്ടിയത്. അപ്പം നമുക്ക് വഴിയെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ രാവിലെ ദുബായ് വന്ന ഞങ്ങൾ ഒന്ന് ദുബായ് മോളിൽ കയറി ഇറങ്ങിയപ്പോഴത്തേക്കിന് ഈവനിങ് ആയി കേട്ടോ. ഇരുട്ടി. അപ്പം നമ്മൾ വൈകിട്ടത്തെ ലൈറ്റിനിങ്ങും കാര്യങ്ങളും ഒന്നും മിസ്സായില്ല. അപ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് രാവിലത്തെ ആ ഒരു ഇതും കാണാൻ പറ്റും. ഈവനിങ് ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പത്തിന് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കിന് ബുർജ് ഖലീഫയിൽ എന്തോ അതേ പഴയ പോലെ തന്നെ ഈവനിങ് ആകുമ്പോൾ അവർക്ക് കുറച്ച് പരിപാടികളുണ്ടല്ലോ, ലൈറ്റിംഗ് ഒക്കെ ഇട്ട് ഭയങ്കര സൂപ്പറായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ വരാൻ തുടങ്ങി കേട്ടോ. നമുക്ക് കാണാമേ അവർ മ്യൂസിക്കൊക്കെ ഇട്ട് അതിനകത്ത് ഇങ്ങനെ കുറേ പടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിയൊക്കെ വരും. ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഈവനിങ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഫുള്ള് ലൈറ്റ്സാണ്.
നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടോ ബുർജ് ഖലീഫയിൽ പരിപാടി തുടങ്ങി കേട്ടോ, കണ്ടോ ഇങ്ങനെ കുറേ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് അവർ അതിനനുസരിച്ച് മ്യൂസിക്കൊക്കെ ഇട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. പോകുന്ന വഴിക്ക് ഇനിയും കാണുന്നുണ്ട് കേട്ടോ, ഇനി ഒന്നുകൂടെ കാണുമായിരിക്കും. ശരിക്കും പറഞ്ഞ ഒരു അമേസിങ് ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. നമ്മൾ ഇങ്ങനെ ഈ ഫുള്ള് ഗോൾഡിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുമെന്ന് തോന്നും, കാര്യം ഫുള്ള് ലൈറ്റിങ്ങും ഗോൾഡും കാര്യങ്ങളാണ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വ്ളോഗുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ.